അജിയേട്ടോ, അപ്പം ഞങ്ങൾ ഇന്നതാ പുലുരാമ്പാറ പൊന്നാങ്കയം റൂട്ടിലുണ്ട്. അപ്പം ഇന്ന് എനിക്കൊരു താത്തയുണ്ട്. ഇന്നലെ ഓൾറെഡി വന്ന് ഒരു ക്ലാസ് എടുത്ത് പോയതാണ്. ഒരു ക്ലാസ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, പോയി. ഇന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിച്ചു. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പം ചെരുപ്പ് വന്നത് എങ്ങനെയായിരുന്നു, ഒരു വള്ളി പോലത്തെ ചെരുപ്പ് ഇട്ടായിരുന്നു വന്നത്. അപ്പോൾ ആ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കാല് കുത്തിച്ചാരി വെക്കുമ്പോഴത്തേന് ആ ചെരുപ്പ് എന്താ ഊരിപ്പോവും, കറക്റ്റായിട്ട് കിട്ടൂല. അപ്പം ചെരുപ്പ് ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പലരും, ഞാൻ ഇന്ന് മിനിഞ്ഞാന്നൊരു വീഡിയോയും കണ്ടു. ഒരു ചേട്ടൻ ചെരുപ്പ് ഊരി ഇട്ടിട്ട് ഓടിക്കുന്നുണ്ട്, ചേച്ചി ചെരുപ്പ് ഇട്ട് ഓടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരു വീഡിയോസ് ഇട്ടായിരുന്നു എങ്ങനെയാണ് ഉചിതം എന്ന് ചോദിച്ചിട്ട്. എപ്പോഴും ഉചിതം ചെരുപ്പിട്ട് ഓടിക്കണം തന്നെയാണ്. പക്ഷേ ചെരുപ്പിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലച്ച് ഔട്ടും ബ്രേക്ക് ഔട്ടും കറക്റ്റ് എന്ത് ചെയ്യണം, അറിയാൻ പറ്റണം. ചിലവർ പഠിച്ച രീതിയിൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല. കറക്റ്റ് ആ സ്പർശനം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചെരുപ്പ് ഊരി ഇട്ടാലേ അവർക്ക് കിട്ടുള്ളൂ. അത് അവർ കാല് വെക്കണ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പം നമ്മളിവിടെ ആര് വന്നാലും അവരോട് ചെരുപ്പിട്ട് തന്നെ ഓടിക്കാൻ പറയല്. പക്ഷേ ചില ഫാൻസി മോഡൽ ചെരുപ്പാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി കുത്തി വെക്കുമ്പോൾ ഈ ചെരുപ്പ് എന്തായി പോകും, മേലോട്ട് കയറിപ്പോവും. അതേപോലെ ഈ ഒരു സാധനം ഇത് ഇച്ചിരി കൂടുതലുള്ളതാണെങ്കിൽ എന്താവും, നമ്മുടെ ഈ സൈഡിൽ എന്താവും പോവും, തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ കാലിൻ്റെ ഇതിനോട് ചേർന്നിട്ടുള്ള ചെരുപ്പ് തന്നെ എന്ത് ചെയ്യുക, ഇടാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കാലെടുത്ത് മാറ്റുമ്പോൾ എന്താവൂല, തടച്ചിൽ വരൂല. ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കണം പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പഠിച്ചവരാരും നമ്മുടെ ഈ വീഡിയോ കാണുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ താത്ത എന്താക്കി, ആ ചെരുപ്പ് മാറ്റി വെച്ചിട്ട് ഇന്നൊരു പുതിയ ചെരുപ്പൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. സന്തോഷം. കാരണം നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ വണ്ടി ഓടിക്കണം. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ചെരുപ്പ് ഊരിയിട്ടുള്ള ഒരു പരിപാടിയേ ഇല്ല. അപ്പോൾ നമ്മൾ ആ ചെരുപ്പിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രേക്കും ആക്സിലേറ്ററും ക്ലച്ചും നമ്മൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് കയറി ഇരുന്നിട്ട് നമുക്കൊരു ലെവലുണ്ട്, ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. ഓക്കെ. അപ്പോൾ ഇതാത്തേ, ഇന്നലെ നിങ്ങൾ ആ വള്ളിച്ചെരുപ്പ് ഇട്ടിട്ട് ഓടിച്ചതും ഇന്ന് ഈ പുതിയ ചെരുപ്പ് ഇട്ടിട്ട് ഓടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? കുറച്ചും കൂടി സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നു, സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫാൻസി ചെരുപ്പല്ല, അവിടെ മാത്രമല്ലേ. ഓക്കെ, ഇപ്പൊ സെറ്റാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ താത്താരോട് ഇനിയിപ്പോ എത്ര സെറ്റാന്ന് ചോദിച്ചാലും താത്ത ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം വരുവാണ്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞ, ചെരുപ്പ് ഊരിയിട്ടിട്ട് ഓടിച്ചിട്ടുള്ള ഫീൽ എന്താന്ന് അറിയത്തുമില്ല. ഓക്കെ, അപ്പൊ അതവിടെ മൈൻഡ് ചെയ്യണ്ട. ഇന്നിപ്പം നിങ്ങളിവിടെ വന്നില്ലേ, നിങ്ങളിവിടെ വന്ന് നിങ്ങളിന്ന് 2ാമത്തെ ക്ലാസ്സായി. നിങ്ങൾക്ക് ഇവിടെ വരെ വന്നതിൻ്റെ ഒരു അഭിപ്രായം, ഈ 2 ക്ലാസ്, ഒരു ക്ലാസ് ഫുള്ളും 2ാമത്തെ ക്ലാസ് ഒരു 2.5 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇവിടെ വരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? പരിപാടി ഉഷാറാവോ? നിങ്ങൾക്ക് ഈ പഠിച്ച് വിചാരിക്കുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും വരുന്നതിന്റെ സമയത്ത് ആക്റ്റീവ് ഓടിക്കുന്നതാണല്ലോ. ഇത് കാരണം നമുക്ക് റോഡ് ഒരു സൈസ് കിട്ടുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. വണ്ടിന്റെ സൈസും റോഡിന്റെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുന്നു തോന്നുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തമാണോ പഠിക്കണേ? ആണോ അല്ലയോ? അല്ല. ഇത് പഠിച്ച് തീർന്നോടുകൂടി നമ്മുടെ വീട്ടിലത്തെ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉറപ്പില്ലേ? ഓക്കെ. അപ്പൊ താത്താക്ക് ഏകദേശം 1.5 ക്ലാസ് ആയിട്ടുള്ളൂ. അപ്പൊ താത്ത ഒരു 1.5 ക്ലാസ്സിന്റെ റിവ്യൂ പറഞ്ഞാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.